بسم الله الرحمن الرحيم. ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1817 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 9 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأوحينا به بلدة ميتا كذلك الخروج. صدق الله العلي العظيم. സൂറത്ത് ഖാഫിലെ 9 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ഖാഫിന്റെ പഠനം നമ്മൾ 2 ദിവസം മുമ്പ് ആരംഭിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനെ അതിൻ്റെ മഹനീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു ഒരു ശപഥ രൂപത്തിലാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് എന്നത് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകൻ താക്കീതുകാരനായിട്ട് ആ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരാളെന്ന നിലക്ക് ആ സമൂഹത്തെ താക്കീത് ചെയ്യാൻ വേണ്ടി നിയോഗിച്ചയക്കപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അവിശ്വസനീയതയുള്ള ഒരു കാര്യമായിട്ടാണ് അവർ നോക്കിക്കാണുകയുണ്ടായത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ താക്കീതുകാരനായിട്ട് അങ്ങനെ അയക്കുകയാണ് എന്നൊക്കെയുള്ള നിലക്കാണ്. അതുപോലെ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിച്ചുകൊണ്ട് നിലക്കൊണ്ട ആളുകൾ തള്ളിപ്പറഞ്ഞൊരു കാര്യം, മരണശേഷം എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നതും ദൈവിക വിചാരണക്ക് വിധേയരാകേണ്ടി വരും എന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് അവർ ദാലിക റജൂഉൻ ബഈദ്, വളരെ വിദൂര സാധ്യതയുള്ള ഒരു മടക്കമാണത് എന്നാണ് അവർ സൂചിപ്പിക്കുകയുണ്ടായത്. അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ നമ്മൾ പഠനം നടത്തി നിർവഹിച്ച ആയത്തുകളിലായിട്ട് ഇതിനകം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും, അവരുടെ ജഡങ്ങളിൽ നിന്ന് ഭൂമി കുറവ് വരുത്തുന്നത് എന്തൊക്കെയാണ് എന്നത് നാം അറിയുന്നുണ്ട്. നമ്മുടെ രേഖയിൽ, നമ്മുടെ കിതാബിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ഈ ആളുകള് അള്ളാഹുവിന്റെ ദൂതൻ ദൈവിക സന്ദേശവുമായി, ദൈവിക സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന സത്യവുമായി അവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ അവര് യാതൊരു ആലോചനയും ഇല്ലാതെ
അതിനെ തള്ളിക്കളയുകയും കളവാക്കുകയൊക്കെയായിരുന്നു. എന്നാൽ അതിനെ കളയുന്നതിന് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ച സംഗതികളിൽ, അവരുടെ വാദഗതികളിലൊന്നും അവര് ഉറച്ചു നിൽക്കുകയല്ല ഉണ്ടായത്. അവര് വല്ലാത്ത ആശയക്കുഴപ്പത്തിലേക്കാണ് ചെന്ന് പതിക്കുകയുണ്ടായത്. ഫഹും ഫി അംരിൻ മരീജ്, വളരെ വലിയ ആശയക്കുഴപ്പത്തിലാണ് അവർ ചെന്ന് പതിച്ചത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിച്ചത്. ഈ ആളുകള് ആകാശത്തെയും അള്ളാഹു അതെങ്ങനെ ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നു എന്ന കാര്യവും ആകാശത്തെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന കാര്യമൊന്നും നിരീക്ഷിക്കുന്നില്ല. അവർക്ക് ആകാശത്തിന്റെ സൃഷ്ടിപ്പില്, പ്രപഞ്ച സാകല്യത്തിന്റെ സൃഷ്ടിപ്പില് എന്തെങ്കിലും വിടവോ വീഴ്ചയോ പോരായ്കയോ കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് അള്ളാഹു അവരോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഭൂമിയെ വിശാലമായ പ്രതലമാക്കി, പരന്ന പ്രതലമാക്കി കൊടുത്തതും ഭൂമിയുടെ ഉപരിതലത്തില് വലിയ പർവ്വതങ്ങളെ സ്ഥാപിച്ചതും അത്ഭുതകരമായ ഒട്ടേറെ ഇനങ്ങളിൽപ്പെട്ട ചെടികളെയും വൃക്ഷങ്ങളെയും ഒക്കെ അവിടെ മുളപ്പിച്ചുണ്ടാക്കിയതൊക്കെ പടച്ചതമ്പുരാൻ മനുഷ്യനുള്ള ഉൾക്കാഴ്ച നൽകുന്ന, അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധം നൽകുന്ന സംഗതി എന്ന നിലക്കാണ്. അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മടങ്ങുന്ന അവന്റെ ദാസന്മാർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഗംഭീരമായ വിധത്തിൽ ഇതൊക്കെയും ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് അള്ളാഹു പിന്നീട് ആയത്തുകളിൽ പറയുകയുണ്ടായത്. അതിനെ തുടർന്നാണ് മറ്റൊരു വിഷയം. പുനരുത്ഥാനത്തെ അവർ നിഷേധിച്ചുകൊണ്ടിരുന്നതാണല്ലോ, മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നൊരു കാര്യത്തിൽ. ഈ ഒരു സംഗതി അവർക്ക് ബോധ്യപ്പെടുന്നതിന് പ്രപഞ്ചത്തിൽ തന്നെ, അവന്റെ ചുറ്റുപാടുമായി തന്നെ ധാരാളം തെളിവുകളുണ്ട് എന്നതാണ് ഇന്ന് ഞാൻ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ അള്ളാഹു പ്രത്യേകമായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, അനുഗ്രഹീതമായ ജലം നാം ആകാശത്ത് നിന്ന് മഴയായി ഇറക്കുകയുണ്ടായി. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, വളരെ വലിയ ബർക്കത്ത്, വളരെ വലിയ അനുഗ്രഹം ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണ് ആകാശത്ത് നിന്ന്, വാനലോകത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കുന്ന മഴ. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, ഈ മഴയെ ആശ്രയിച്ചുകൊണ്ടാണ് മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സകല ജീവിത ഐശ്വര്യങ്ങളും നിലകൊള്ളുന്നത്. അപ്പൊ ആ വിധത്തില് വലിയ അനുഗ്രഹമായി മാറുന്ന മഴ നാം ആകാശത്തു നിന്ന് ഇറക്കുകയുണ്ടായി. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, വലിയ ഐശ്വര്യമുണ്ടാക്കുന്ന, വലിയ അനുഗ്രഹമായി മാറുന്ന മഴ. ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, ആ മഴ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാം വലിയ ഉദ്യാനങ്ങൾ, വലിയ തോട്ടങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിച്ചു. അമ്പത്തിന, നാം മുളപ്പിച്ചുണ്ടാക്കി, ബിഹി, ആ മഴ കൊണ്ട്, ആ മഴ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, ആ മഴ മൂലം ലഭ്യമായിട്ടുള്ള ജലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാം മുളപ്പിച്ചുണ്ടാക്കി ജന്നാത്തിൻ, തോട്ടങ്ങൾ, പല വിധത്തിലുള്ള പഴവർഗ്ഗങ്ങളും കായ്കനികളും ഒക്കെ ലഭ്യമാകുന്ന തോട്ടങ്ങൾ. വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും ധാന്യവിളകളും. വഹബ്ബൽ ഹസീദ്, ഹസീദ് എന്ന് പറഞ്ഞാൽ കൊയ്ത്ത്, ഹാർവെസ്റ്റ് എന്നൊക്കെയാണ്, വിളവെടുപ്പ് എന്നൊക്കെയാണ് ആ പദം നൽകുന്ന സൂചന. ഹബ്ബ് എന്ന് പറഞ്ഞ ധാന്യം. അപ്പോ വിളവെടുപ്പ് നടത്തുന്ന, കൊയ്തെടുക്കുന്ന വിധത്തിലുള്ള ധാന്യങ്ങളും നാം മുളപ്പിച്ചുണ്ടാക്കി. അമ്പത്തിനാ ബിഹി, അപ്പോ ആകാശത്തുനിന്ന് മഴ വർഷിക്കുന്നു എന്നത്
നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മുഖേന അതിലെ ആ മഴയിലൂടെ ഭൂമിയിലെത്തുന്ന ജലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം ചെടികളും വൃക്ഷങ്ങളും ഒക്കെ മുളപ്പിച്ചുണ്ടാക്കുന്നു എന്നത് ഇതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലോ മനുഷ്യന്റെ കഴിവിലോ പെട്ട സംഗതികളല്ല. കാർഷിക രംഗത്തൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി വളരെ ഗംഭീരമായ ഗവേഷണങ്ങളുടെ ഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് കാർഷികോൽപാദനം വളരെ കൂടിയ വിധത്തില് നടത്താൻ പറ്റുന്ന പല എളുപ്പ വഴികളും അതുപോലെ മുന്തിയ ഇനം ഫലവർഗങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പല പരീക്ഷണങ്ങളും പല രീതികളും നമ്മൾ നടത്തി വിജയകരമായിട്ട് പരീക്ഷിച്ച് അതിന്റെ ഫലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പ്രകൃതിയില് പടച്ചു തമ്പുരാൻ വെച്ചിട്ടുള്ള സാധ്യതകളെ കണ്ടെത്തൽ മാത്രമാണ്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല. ഇപ്പോ ബഡിങ് ചെയ്യുന്നത്, ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്, അതുപോലെയുള്ള കാർഷിക രംഗത്തെ പല രീതികളും നമുക്ക് ഒരേ വൃക്ഷത്തിൽ തന്നെ, ഒരേ മാവിൽ തന്നെ വ്യത്യസ്തങ്ങളായ മാങ്ങകൾ കായ്ക്കുന്ന, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മാങ്ങകൾ കായ്ക്കുന്ന വിധത്തില് പല വൃക്ഷങ്ങളുടെയും ശിഖരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒക്കെ സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന്. അതുപോലെ ഒരുപാട് ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തി കാർഷിക രംഗത്ത് വലിയ നേട്ടം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ മനുഷ്യൻ സ്വന്തം നിലക്ക് ചെയ്യുന്നതോ മനുഷ്യന്റെ വലിയ സിദ്ധിയോ വൈദഗ്ധ്യമോ അല്ല. യഥാർത്ഥത്തിൽ പ്രകൃതിയില് അള്ളാഹു വെച്ചിട്ടുള്ള ചില സാധ്യതകളെ മനുഷ്യൻ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോ നേരത്തെ ഈ സാധ്യതകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പടച്ചതമ്പുരാന്റെ പ്രപഞ്ച സൃഷ്ടിപ്പിൽ തന്നെ അടങ്ങിയിട്ടുള്ളതായിരുന്നു അതൊക്കെ തന്നെ. നമ്മളത് പല പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന മുബാറക, ആകാശത്ത് നിന്ന് നാം അനുഗ്രഹീതമായ മഴ ഇറക്കി തന്നു. എന്നിട്ട് അമ്പത്തിന ബിഹി, അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാം മുളപ്പിച്ചുണ്ടാക്കി. ജന്നാത്തിൻ, തോട്ടങ്ങള്, വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കുന്ന ധാന്യവിളകളും, അതുപോലെ വന്നഖ്ല ബാസിഖാത്തിൻ, വലിയ ഉയരത്തില് വളർന്നു പോകുന്ന ഈത്തപ്പന വൃക്ഷങ്ങൾ. എന്താണ് അതിന്റെ പ്രത്യേകത? ലഹാ തൊല്ലുൻ നദീദ്, അതിന് അടുക്കടുക്കായി വെച്ചിട്ടുള്ള കുലകളുണ്ട്. കായ്ച്ച് പാകമാവുന്ന അടുക്കടുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കുലകളുള്ള നല്ല പൊക്കത്തിൽ വളരുന്ന ഈത്തപ്പന വൃക്ഷം. അതും ഈ മണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചുണ്ടാക്കിയതാണ്. അപ്പോ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചതിനെ തുടർന്നാണ് ഈ വക സംഗതികളൊക്കെ ഭൂമിയുടെ പ്രതലത്തില് ഉണ്ടാവുന്നത്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന മണലാരണ്യം, പലപ്പോഴും വർഷങ്ങളോളം മഴയില്ലാതെ കിടക്കുന്ന മണലാരണ്യത്തില് ജീവന്റെ തുടിപ്പ് പോലും കാണുകയില്ല. അവിടെയാണ് മഴ വർഷിപ്പിച്ച് അവിടെ പല വിധത്തിലുള്ള തോട്ടങ്ങള്, അതുപോലെ കൊയ്തെടുക്കാവുന്ന ധാന്യവിളകള്, തല ഉയർത്തി നിൽക്കുന്ന നല്ല പൊക്കമുള്ള ഈത്തപ്പനകൾ, അതില് ലഹാ തൊൽഉന്നദീദ്, അതില് അടുക്കടുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന, ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന പഴക്കുലകളും, ഈത്തപ്പഴക്കുലകളും. അപ്പൊ തൊല്ലോ എന്ന് പറയുന്നത് ഈത്തപ്പനയുടെ കുലയെയാണ് ഉദ്ദേശിക്കുന്നത്. ഈത്തപ്പന മാത്രമല്ല, ആ ഇനത്തിൽ പെടുന്ന, ഇപ്പോ നമ്മുടെ നാളികേരത്തിന്റെ കുലക്കൊക്കെയും
അറബി ഭാഷയിൽ അങ്ങനെ തന്നെ പറയാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈത്തപ്പന പോലെ വൃക്ഷത്തിന്റെ മണ്ടയിൽ ഈ അടുക്കടുക്കായി കായ്ച്ചു തൂങ്ങി നിൽക്കുന്ന ഫലവർഗങ്ങൾക്കാണ് ആ പദം ഉപയോഗിക്കുക. അത് നവീദാണ്. നവീദ് എന്ന് പറഞ്ഞാൽ ഒന്നിനും മീതെ ഒന്നായിട്ട് ഒരു ക്രമമായിട്ട് അടുക്കി വെച്ചത് എന്നാണ് അർത്ഥം. അപ്പൊ ആ വിധത്തില് അടുക്കി വെച്ച് ക്രമീകരിച്ചിട്ടുള്ള തരം പഴക്കുലകൾ, ഈത്തപ്പഴക്കുലകൾ, ഈ കാറ്റഗറിയിൽ നമുക്ക് വേറെയും ചില ഫലവർഗങ്ങളെ കാണാം. അത് കവുങ്ങ്, അതുപോലെ ഈന്ത് പോലെയുള്ള ചില മരങ്ങൾ തരുന്ന കായ്, അതിൽ നിന്നുള്ള ഫലം ഏകദേശം ഇതുപോലെ തൊല്ലുഴായിട്ടുള്ളതാണ്. തൊല്ലുഴിൻ നവീതായിട്ടുള്ള കാഴ്ചയിൽ അങ്ങനെ ഒരു തൊല്ലുൺ നവീദിന്റെ രൂപമുള്ള ഫലങ്ങളാണ്. അപ്പോ അങ്ങനെയുള്ളതൊക്കെയും അള്ളാഹു മണ്ണിൽ നിന്ന് മുളപ്പിച്ചുണ്ടാക്കി അങ്ങനെ ആകാശം മുട്ടെ വളർന്ന് അതിന്റെ മണ്ടയിൽ ഇങ്ങനെ അടുക്കടുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഫലങ്ങൾ, കായ്ച്ചു തൂങ്ങുന്ന ഫലങ്ങൾ, ഇതൊക്കെയും നാം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൊല്ലുൻ നദീദ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് റിസ്ഖൻ ലിൽ ഇബാദ്, തന്റെ ദാസന്മാർക്കായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയതാണത് എന്നാണ് പറയുന്നത്. ഈ വിധത്തിലുള്ള ഒരു സംവിധാനം ഭക്ഷ്യോൽപ്പന്നങ്ങള് മഴ പെയ്യുന്നത് കാരണമായി ഭൂമിയിൽ മുളച്ചുണ്ടായി അതില് വൃക്ഷങ്ങളിലും മരങ്ങളിലും ചെടികളിലുമായിട്ട് ഭക്ഷ്യോൽപ്പന്നങ്ങൾ, കാർഷിക വിളകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദിന്റെ ജീവിത കാര്യം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കും. മനുഷ്യന് ഇങ്ങനെ മണ്ണില് മുളച്ചുണ്ടായി കായ്ച്ചു തൂങ്ങുന്ന ഈ വിഭവങ്ങള്, ഈ ഫലവർഗങ്ങൾ ലഭ്യമാകുന്നത് കൊണ്ടാണ് ജീവിതം സാധ്യമാവുന്നത്. ഇത് മനുഷ്യ സമൂഹത്തിനുള്ള, അതുപോലെ ജീവജാലങ്ങൾക്കൊക്കെയുള്ള റിസ്ഖാണ്. റിസ്ഖൻ ലിൽ ഇബാദായിട്ട് അല്ലാഹു ഒരുക്കിയതാണ്. വ അഹ്യൈനാ ബിഹി, ഈ മഴ കൊണ്ട് തന്നെ അവൻ നാം ജീവിപ്പിക്കുന്നു. ബൽദതം മൈത, മരിച്ചു കിടക്കുന്ന ഭൂമിയെ, മരിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തെ, മൃതപ്രായമായ അല്ലെങ്കിൽ മൃതാവസ്ഥയിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തെ ഇതേ മഴ കൊണ്ട് നാം ജീവനുള്ളതാക്കി മാറ്റുന്നു. എന്നിട്ട് അള്ളാഹു ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം പറയുകയാണ് അതിനെ തുടർന്ന്. അപ്പൊ ഈ മരിച്ചു കിടക്കുന്ന, മൃതാവസ്ഥയിൽ കിടക്കുന്ന ഭൂമി എന്ന് പറയുന്നത് വർഷത്തിൽ 4-5 മാസം റെഗുലറായി മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പോലെയുള്ള സമൂഹങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. എന്നാൽ അറേബ്യയിൽ ഈ ഖുർആൻ അവതരിച്ച ഭൂപ്രദേശത്തുള്ള ആളുകൾക്ക് അത് വളരെ സുപരിചിതമാണ്. അവിടെ മരുഭൂമിയില് അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങളുടെ പരിസരങ്ങളിൽ ചിലപ്പോ 4-5 വർഷങ്ങളൊന്നും തന്നെ മഴയെ ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ആകാശത്ത് നിന്ന് മഴ ഇറങ്ങാതെ 4-5 വർഷങ്ങൾ തുടർച്ചയായി കഴിഞ്ഞു പോകും. ആ ഭൂപ്രദേശത്ത് ജീവന്റെ യാതൊരു കണികയും തുടിപ്പും ഒന്നും അവശേഷിക്കുന്നുണ്ടാവില്ല. ആ വിധത്തില് ജീവന്റെ എല്ലാ അടയാളപ്പെടുത്തലുകളും ഇല്ലാതായി ശരിക്കും ഡെഡായ, മരിച്ചു കിടക്കുന്ന, മൃതമായ ഒരു ഭൂപ്രദേശം എന്ന് നമുക്ക് വിളിക്കാൻ പ്രേരണ ഉണ്ടാകുന്ന വിധത്തിലുള്ള അവസ്ഥ. ദീർഘമായ വർഷങ്ങൾ, 5 വർഷങ്ങൾ എന്നൊന്നും ഉള്ളത് അങ്ങനെ ഫിക്സ്ഡ് ആയതൊന്നുമല്ല. ചിലപ്പോ 6-7-8 വർഷങ്ങളൊക്കെ തുടർച്ചയായിട്ട് അങ്ങനെ ഉണ്ടാവും. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥയിൽ നമ്മൾ 7 വർഷം തുടർച്ചയായിട്ട് അങ്ങനെയുള്ള വരൾച്ചയുടെ അല്ലെങ്കിൽ മഴ ലഭ്യത ഇല്ലാത്ത തുടർച്ചയായ 7 വർഷങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചതാണ്. നേരത്തെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. അറേബ്യയില്, ഈജിപ്തിൽ മാത്രമല്ല, അറേബ്യൻ ഭൂപ്രദേശങ്ങളിൽ
ഏഷ്യയുടെ ഭാഗമായുള്ള പ്രദേശങ്ങളിൽ തന്നെ. ഈജിപ്റ്റ് ആഫ്രിക്കയുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെ പലയിടങ്ങളിലും മഴ തീരെ ലഭിക്കാത്ത ധാരാളം വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടാവാറൊക്കെ ഉണ്ട്. അപ്പോ ജീവന്റെ യാതൊരു കണികയും മണ്ണിലും പരിസരത്തൊന്നും ഇല്ല എന്ന് തോന്നുന്ന വിധത്തില് ഭൂമി തന്നെ ചത്തുപോയ അവസ്ഥയിലായിട്ടുണ്ടാവും. അപ്പോ കുറെ വർഷങ്ങൾ അങ്ങനെ മണ്ണിൽ കിടക്കുന്ന ജീവന്റെ സാധ്യതയുള്ള പലതും ഉണ്ടാവുമല്ലോ, എലിമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ വിത്തുകളൊക്കെ മണ്ണിൽ കിടക്കുന്നുണ്ടാവും. അതുപോലെ ജീവജാലങ്ങളുടേതും പലതും ഒക്കെ മുട്ട വിരിയാനുള്ളതൊക്കെ ആയിട്ടുള്ള കിടക്കുന്നുണ്ടാവും. പക്ഷെ ഒരുപാട് വർഷങ്ങൾ തുടർച്ചയായിട്ട് മഴയില്ലാതായി കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചുപോയി. ഇനി ജീവൻ അവിടെ കിളിർത്തു വരിക സാധ്യമല്ല എന്ന് പോലും നമുക്ക് തോന്നുന്ന വിധത്തില് സംഗതികളായിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള മണ്ണില് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിച്ചുകൊണ്ട് അതിനെ അഹിയൈനാ ബിഹി ബൽദതൻ മയ്യിതൻ, ഇതാണ് ഇവിടെ പറയുന്നത്. ആ മഴ കൊണ്ട് അവൻ മരിച്ചു കിടക്കുന്ന മൃതാവസ്ഥയിലുള്ള ഭൂമിയെ അവൻ നാം ജീവിപ്പിക്കുന്നു, നാം അതിനെ ജീവസുറ്റതാക്കി മാറ്റുന്നു. ഇതേ മഴ കൊണ്ട് അത് മണ്ണിൽ പതിക്കുക കാരണമായി മരിച്ചു കിടക്കുന്ന മൃതാവസ്ഥയിലുള്ള ഭൂമിയെ ജീവനുള്ളതാക്കി മാറ്റുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം കദാലിക്കൽ ഖുറൂജ് എന്ന, ഇതേ വിധം തന്നെയാണ് നിങ്ങളുടെയൊക്കെ പുറപ്പെട്ടു വരൽ എന്നാണ് പറയുന്നത്. ഖുറൂജ് എന്നത് ഇവിടെ ബോത്ത് എന്ന നിലക്കാണ് പ്രയോഗിച്ചത് എന്ന് കാണാൻ കഴിയും. പുനരുത്ഥാനം. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്. ഖുറൂജ് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു വരൽ. ചിലയിടത്തൊക്കെ എക്സിറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പുറത്തേക്ക് വരാനുള്ള വഴി എന്നതിന് ഖുറൂജ് എന്നുള്ള അത് എഴുതി വെച്ച് കാണും, എയർപോർട്ടിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ കദാലിക്കൽ ഖുറൂജ്, ഈ വിധത്തിലാണ് പുറപ്പെട്ടു വരൽ എന്നാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഘട്ടത്തില് അവന്റെ ശരീരാവശിഷ്ടങ്ങള് മണ്ണിലുള്ളത് അള്ളാഹു അവന്റെ ഒരു കൽപ്പനയിലൂടെ അവയൊക്കെ ഒത്തുകൂടുകയും അങ്ങനെ ജീവനുള്ള പഴയ അവസ്ഥയിലുള്ള മനുഷ്യൻ തന്നെ രൂപപ്പെട്ടു വരികയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ ഈ വിധത്തില് ചത്തുകിടക്കുന്ന മൃതാവസ്ഥയിലുള്ള ഭൂമിയെ മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു എങ്ങനെയാണോ ജീവനുള്ളതാക്കി മാറ്റുന്നത്, അതേ വിധത്തിൽ തന്നെ അവന്റെ ഒരു കൽപ്പനയുടെ ഫലമായി മണ്ണില് മറമാടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശരീരം ചീഞ്ഞളിഞ്ഞ് മണ്ണിൽ ചേർന്നിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യര് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ഒരു കൽപ്പനക്ക് ഉത്തരം ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ ഒരു വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് പുറപ്പെട്ടു വരും. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അഭിസംബോധിതരായ ആളുകള് നിഷേധിച്ചു കൊണ്ടിരുന്ന വളരെ കൗതുകകരവും അവിശ്വസനീയവും എന്ന നിലക്ക് അവർ കണ്ടിരുന്ന ഒരു കാര്യം ഈ പുനരുത്ഥാനമാണ്. എന്നാൽ ആ പുനരുത്ഥാനം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര എളുപ്പമുള്ളതാണ്, എത്ര സ്വാഭാവികമായതാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. മഴ പെയ്ത് മണ്ണില് ചെടികൾ മുളച്ചു പൊങ്ങി അത് വലിയ വൃക്ഷങ്ങളായി, അതുപോലെ അടുക്കടുക്കായിട്ടുള്ള പഴക്കുലകളോടുകൂടി തല ഉയർത്തി നിൽക്കുന്നത് നമ്മളിവിടെ കാണുന്നത് വളരെ സ്വാഭാവികതയുള്ള ഒരു കാര്യമായിട്ടാണ്. അതുപോലെ ധാന്യവിളകള് വലിയ കാഴ്ച ഭംഗിയുള്ള വിധത്തില് നമ്മുടെ മുന്നില് അങ്ങനെ ഹരിതാഭമായി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിവിടെ ഉണ്ടാവുന്നത് ഒരു പ്രകൃതിയുടെ ഒരു സൈക്കിൾ അനുസരിച്ച്, ഈ കാലാവസ്ഥയുടെ ഒരു ചാക്രികത അനുസരിച്ച് അങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് നമ്മൾ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ഇവിടെ പറയുന്നത് പുനരുത്ഥാനവും ഇതേപോലെ സ്വാഭാവികതയുള്ളതാണ്.
അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടാവുക മാത്രമേ വേണ്ടതുള്ളൂ. അതുണ്ടായിക്കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് എവിടെയൊക്കെയാണോ ആരൊക്കെ മറമാടപ്പെട്ടിട്ടുള്ളത് അവരൊക്കെയും അവരുടെ കുഴിമാടങ്ങളിൽ നിന്നും അവരുടെ ശരീരം കിടക്കുന്ന ഇടങ്ങളിൽ നിന്നുമായിട്ട് പുറപ്പെട്ടു വരും. അത് ഈ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ അവയുടെ മഴ ലഭിച്ചതിനെ തുടർന്ന് അവയുടെ നാമ്പിട്ട് വെളിപ്പെട്ടു വരുന്നത് പോലെ വളരെ ലളിതമായ സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. കദാലിക്കൽ ഖുറൂജ്, ഇതുപോലെ തന്നെയാണ് പുനരുത്ഥാനവും പുറപ്പെട്ടു വരലും. ഇതുപോലെ തന്നെയാണ് മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ അവരുടെ ശരീരവുമായി ചേർന്നുകൊണ്ട് ഭൂമുഖത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രക്രിയ അത്രയും സ്വാഭാവികമായതാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ മക്കയിലെ ആളുകൾ രണ്ട് കാര്യങ്ങളാണ് മുഖ്യമായി നിഷേധിച്ചിരുന്നത്. അള്ളാഹുവിനെ അവര് നിഷേധിച്ചിരുന്നില്ല, പക്ഷെ അള്ളാഹുവിന്റെ ഏകത്വത്തെ അവര് തള്ളിക്കളഞ്ഞിരുന്നു. അള്ളാഹുവിന് മാത്രമല്ല വേറെ പലർക്കും ദിവ്യത്വമുണ്ട് എന്ന വിധത്തിലാണ് അവരുണ്ടായിരുന്നത്. അങ്ങനെ അവര് സ്വീകരിച്ചിരുന്ന അവരുടെ സ്വകാര്യ ദൈവങ്ങൾ അവരെ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിനുള്ള ഉപാധിയായിട്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനുള്ള മാർഗമായിട്ട് അവരെ പ്രയോജനപ്പെടുത്തുക എന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേപോലെ അവര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തെ ചോദ്യം ചെയ്യുന്നു. നമ്മുടെ കൂട്ടത്തിൽ നമ്മളിൽ ഒരാളായി ജീവിച്ച താൻ എങ്ങനെയാണ് ദൈവിക ദൂതനായിട്ട് വരിക? അതെങ്ങനെ? അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അത് വളരെ വിദൂരമായ ഒരു മടക്കമായിരിക്കും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുക എന്നൊക്കെയാണ് അവർ അതിനെക്കുറിച്ച് പറയുകയുണ്ടായത്. അതേപോലെ തന്നെയാണ് പുനരുത്ഥാനത്തെ കുറിച്ചും അവർ പറയുന്നത്. അവർക്കത് തീരെ വിശ്വസനീയമായിട്ട് തോന്നിയിട്ടില്ല, അവരതിനെ തള്ളിക്കളയുകയാണ്. എന്നാൽ രണ്ട് ഉപമകളിലൂടെ അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത് മരിച്ചു കിടക്കുന്ന മൃതാവസ്ഥയിലുള്ള ഭൂമിയിൽ മഴ വർഷിച്ചുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നത് പോലെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. കദാലിക്കൽ ഖുറൂജ്, അതേ വിധത്തിൽ തന്നെയാണ് ഈ പുറപ്പെട്ടു വരൽ, മരിച്ചുപോയ ആളുകൾ പുനരുജ്ജീവിപ്പിക്കപ്പെടൽ എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അപ്പോ വളരെ യുക്തിഭദ്രവും വളരെ മനുഷ്യന്റെ മനോജ്ഞമായ, മനുഷ്യന്റെ ഹൃദയഹാരിയായ ഒരു കാഴ്ച അവന് സമ്മാനിച്ചുകൊണ്ടൊക്കെയാണ് ഈ കാര്യം അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. പ്രവാചകത്വം എന്നത് അവർക്ക് അവിശ്വസിക്കേണ്ട, തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. പുനരുത്ഥാനം എന്നതും അത് മനുഷ്യന്റെ ജഡത്തിന്റെ ഭാഗങ്ങൾ എവിടെയൊക്കെ എന്തിന്റെയൊക്കെ ഭാഗമായി അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഒരു കൽപ്പന കാത്തു നിൽക്കുകയാണ്. അതൊക്കെയും പുനഃസംഘടിപ്പിക്കപ്പെട്ട വിധത്തില് വീണ്ടും പ്രത്യക്ഷപ്പെടും എല്ലാ മനുഷ്യരും. അത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. മഴ പെയ്ത് മണ്ണില് പുതുനാമ്പുകൾ ഉണ്ടാകുന്നത് പോലെ, അതുപോലെ മഴയുടെ ഫലമായി ചെടികളും മരങ്ങളും ഒക്കെ തഴച്ചു വളർന്ന് വളരെ നയനാനന്ദകരമായ കാഴ്ച സമ്മാനിക്കുന്നത് പോലെ ഈ ആളുകളൊക്കെയും തന്നെ അവരുടെ കുഴിമാടങ്ങളിൽ നിന്നായിട്ട് എവിടെയൊക്കെയാണോ അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് അവയിൽ നിന്നൊക്കെയുമായിട്ട് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് പുറപ്പെട്ടു വരുന്ന ഒരു കാഴ്ച അതേപോലെ സ്വാഭാവികതയുള്ളതാണ് എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്ന കാര്യം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ഖാഫിലെ 9 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.